എക്സിൽ പങ്കുവച്ച ദൃശ്യങ്ങളാണിത്. അതിൽ ആ എക്സിൽ ഈ ദൃശ്യങ്ങൾക്കൊപ്പം അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ നോക്കൂ, ഇതിന്റെ എന്റർടൈൻമെന്റ് സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ ആകാശ് പങ്കുവച്ചത്. അതോടൊപ്പം നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹം അല്പം മുടന്തിയാണ് നടക്കുന്നത്. മുഖത്ത് ചില പരിക്കിന്റെ പാടുണ്ട്, അല്ലാതെ വലിയ കുഴപ്പങ്ങളില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. ഒരു രക്ഷപ്പെട്ട ആളെ പറഞ്ഞല്ലോ, ഒരു വലിയ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും ആ കേട്ട അത് വിശ്വസിക്കരുത്. അഹമ്മദാബാദ് ഫ്ലൈറ്റ് അപകടം ഇതൊരു സാധാരണ അപകടമായിട്ട് കാണണ്ട. കാരണം അത് അല്ല എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുന്ന കുറച്ചധികം തെളിവുകളും കുറച്ചധികം വീഡിയോ ക്ലിപ്പുകളും ചേർത്തിട്ടായിരിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന പ്രചോദനമായിരിക്കും നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് നമുക്കും കിട്ടുന്ന ഒരു കാര്യം. ഈ വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് 10-75 ദിവസം നമുക്കൊന്ന് ബാക്കിലേക്ക് പോകണം. വിഴിഞ്ഞം തുറമുഖ ഇനാഗ്രേഷൻ. അവിടെ ഒരു ഇനാഗ്രേഷൻ കഴിഞ്ഞു. അത്യാവശ്യം ഏഷ്യയിലെ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് തുറമുഖമായിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം, വേൾഡ് ക്ലാസ് ആയിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്ത് വെക്കാൻ പറ്റിയ ഒരു സാധനം. അങ്ങനെ ഒരു സാധനം വന്നതിന് ശേഷം ഒരു 30 ദിവസത്തിനകത്ത് തന്നെ ഒരു 2 കപ്പലുകൾക്ക് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഇന്ത്യൻ സമുദ്രാതിർത്തിയിലോ അല്ലെങ്കിൽ സീ വേക്കകത്തോ സംഭവിച്ചിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം, ഇത്രയും നല്ലൊരു വഴിയും, ഇത്രയും നല്ലൊരു സ്ഥലവും കിടന്നിട്ട് അവിടെ തന്നെ ഒരു 2 കപ്പൽ ഒരേപോലെ എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് വരും. അപ്പോൾ പലരും ചില ബാക്കിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. നമുക്ക് ആഭ്യന്തരപരമായിട്ട് നമുക്ക് പല വിമർശനങ്ങളും കിട്ടാൻ ചാൻസസ് വളരെ ഹൈ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യം അങ്ങോട്ട് വന്നു ഒന്ന് തീരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വ്യോമപാതയിൽ അടുത്ത അപകടം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ തന്നെ, അതായത് എയർ ഇന്ത്യ തന്നെയാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. 242 ആൾക്കാരുമായിട്ട് സഞ്ചരിച്ച്, അതായത് ഉയർന്നു പൊങ്ങിയ ഫ്ലൈറ്റ് ഒരു 675 അടിയിലേക്ക് എത്തിയുടനെ താഴേക്ക് വീണത് ഫ്ലൈറ്റ് AI 171. ഓക്കെ, അതിനകത്ത് 241 ആൾക്കാർ മരിച്ചുപോയി. ഒരാൾ മാത്രമേ അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ 12 ഈ ഫ്ലൈറ്റിനകത്തുള്ള ക്യാബിൻ ക്രൂ, ആ ജീവനക്കാരുണ്ടായിരുന്നു. ഓക്കെ, 169 ഇന്ത്യക്കാരുണ്ടായിരുന്നു, 53 ഇംഗ്ലണ്ടുകാരുണ്ടായിരുന്നു, 7 പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, 1 കാനേഡിയനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേരുമാണ് അപകടത്തിൽപ്പെട്ടത്. കാരണം ഈ ഇംഗ്ലണ്ടുകാരും കാനേഡിയനൊക്കെ വന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉത്തരവാദിത്തം പറയണം. നമ്മൾ എത്രത്തോളം സെക്യൂരിറ്റിയാണ് ഈ നാട്ടിലേക്ക് വരുന്ന സന്ദർശകർക്കും ഇവിടെ നിന്നും തിരിച്ചു പോകുന്നവർക്കും കൊടുക്കുന്നു, അല്ലേ, അത് എൻഷുർ ചെയ്യുന്നുണ്ടോ എന്നുള്ള വ്യക്തമായ ധാരണ നമ്മൾ കൊടുത്തേ പറ്റൂ. ചിലപ്പോൾ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും അധികം ആൾക്കാർ ഒറ്റയടിക്ക് മരിക്കാനായിട്ടൊരു ചാൻസ് എന്ന് വെച്ചാൽ, ഇത്രയധികം ആൾക്കാർ ഇല്ലാതാക്കാനുള്ള ഏക ചാൻസ് എന്ന് വെച്ചാൽ 1 ഇതും 2 ട്രെയിനുമാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഗതാഗത മാർഗ്ഗം ഇത് രണ്ടുമാണ്. ഇത് രണ്ടിലുമായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് തന്നെയാണ്. അപ്പം ഞാൻ ഇതെല്ലാം പറയുന്നത് എൻ്റെ ഒരു ആശയം എങ്ങനെ വന്ന് കൺക്ലൂഡ് ചെയ്തെന്നുള്ള കാര്യം. കാരണം നമ്മളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് തലയെടുത്ത് കയറി മുകളിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെ നമുക്ക് മുകളിൽ സ്ഥിരതയില്ലായ്മ പല മേഖലകളിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു അസംഷനാണ് എനിക്ക് ചില സത്യം പറഞ്ഞാൽ ഇതിലേക്ക് കൊണ്ട് എത്തിച്ചത്. ഇനി രക്ഷപ്പെട്ട ആളിലേക്ക് വരുവാണെന്നല്ല, അതിന്റെ പേര് വിശ്വേഷ് കുമാർ രമേശ് എന്നാണ്. അദ്ദേഹം ആ ഫ്ലൈറ്റിൽ തന്നെ 11A സീറ്റിനകത്തിരുന്ന വ്യക്തിയാണ്. ചിലപ്പോൾ എമർജൻസി എക്സിറ്റിന്റെ സൈഡിൽ ഇരുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം എമർജൻസി എക്സിറ്റിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് ചാടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കാണുമായിരിക്കും. ഈ ഫ്ലൈറ്റ് ഇങ്ങനെ വന്ന് കുത്തുന്നതും കുത്തി അപ്പം തന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ വലിയൊരു ബ്ലാസ്റ്റ് അവിടെ കാണുന്നത്. ആ ഒരു രംഗമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അവിടെ സംഭവിക്കുന്നത്. കാരണം അത് വന്ന് കുത്തിയത്, അതായത് ഈ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് ഒരു 675 അടി എത്തിയപ്പോഴത്തേക്കിന് ഇത് സഡൻ ആയിട്ട് കുത്തുക താഴോട്ട്. കുത്തുമ്പോഴത്തേക്കിന് ഒരു ജനവാസ മേഖലയിലാണ് വന്ന് കുത്തുന്നത്. ആ കുത്തി അവിടുത്തെ സ്ഥലത്തുണ്ടല്ലോ, ആ സ്ഥലത്ത് കുറച്ച് ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ പരിക്ക് പറ്റിയവർക്കൊക്കെ ഏതാണ്ട് 60% മേളിൽ പൊള്ളലുണ്ട്. അതിനകത്ത് കുറച്ചുപേരെ കാണുന്നില്ല. അവരിപ്പോഴും ആ ഫ്ലൈറ്റിന്റെയും ആ ബിൽഡിങ്ങിന്റെയും കട്ടയുടെ ഒക്കെ അടിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ മരിച്ചവരെ ഒന്നും കൃത്യമായിട്ട് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. അതിനിടയിൽ നിന്നും ഒരു വ്യക്തി കൃത്യമായിട്ട് വെറും സാധാരണ പരിക്കുകൾ പോലെ, അതായത് ഒരു ബൈക്കിൽ നിന്നും മറിഞ്ഞു വീഴുമ്പോൾ ഉണ്ടാകുന്ന പരിക്കുകളോടെ ലാഭത്തോടു കൂടി തന്നെ അദ്ദേഹം അവിടുന്ന് നടന്നു വന്ന് ആംബുലൻസിൽ കയറി തിരിച്ചു പോകുന്നു. എനിക്കത് കണ്ടിട്ട് എനിക്ക് അത്ര വ്യക്തത വരുന്നില്ല കേട്ടോ. നമ്മളൊന്നും കുത്തിപ്പൊക്കി എടുക്കുമല്ലോ, നമ്മളൊന്നും അങ്ങനെ പറയും. പക്ഷെ എനിക്ക് അത്ര തോന്നിയില്ല. കാരണം ആ അത്രയും പേർക്ക് ഉണ്ടായ അപകടവും അവിടെ ഉണ്ടായ ഒരു ബ്ലാസ്റ്റിന്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ഒരു ബോഡി ടെമ്പറേച്ചറിലോ ബോഡി ലാംഗ്വേജിലോ ആ ഒരു പൊള്ളലിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു എഫക്റ്റും എനിക്ക് ആ ഒരു വ്യക്തിയുടെ ശരീരത്ത് കാണാനായിട്ട് സാധിച്ചില്ല. അതെല്ലാമാണ് അത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിച്ചൊരു കാര്യം. കാരണം അവിടെ നിന്നവർക്ക് വരെ അതുപോലെ പ്രശ്നങ്ങൾ സംഭവിച്ചു, അവരുടെ ബോഡിക്ക് അതുപോലെ പ്രശ്നങ്ങൾ സംഭവിച്ചല്ലോ. അതെല്ലാം വെച്ച് കണക്കൂട്ടുമ്പോൾ അദ്ദേഹത്തിന് മാത്രം എന്തുകൊണ്ട് അങ്ങനെ ഒന്നും പറ്റിയില്ല? അദ്ദേഹം എമർജൻസി എക്സിറ്റ് കൂടെ എങ്ങനെ എടുത്ത് ചാടി, ആ ഫ്ലൈറ്റ് എടുത്ത് കുത്തിയപ്പോൾ തന്നെ എടുത്ത് ചാടി. എനിക്കത് അറിയത്തില്ല. ചിലപ്പോൾ ഫ്ലൈറ്റ് പോയവർക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് പുറമേ നിന്ന് നോക്കിയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ പുറത്ത് നിന്നവർക്കും കുഴപ്പം പറ്റിയിട്ടുണ്ട്, അകത്തിരുന്നവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. അടുത്തെന്ന് വെച്ചാൽ അതിനകത്തൊരു മുഖ്യമന്ത്രി ഉൾപ്പെടുന്നുണ്ട്. അപ്പം അതായത് ഒരു മുൻ മുഖ്യമന്ത്രി, ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി അതിനകത്ത് ഉൾപ്പെടുന്ന ഒരാളാണ്. അപ്പം അയാളും അതിനകത്തിരിക്കുന്നു. അപ്പം ടാർഗറ്റ് ചെയ്തതാണോ? ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്തതാണോ? എന്താണെന്ന് അറിയത്തില്ല. ഒരു മലയാളി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്.
ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉറ്റു നിൽക്കുക. കാരണം ഈ ഫ്ലൈറ്റ് എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടെന്ന് പോലും ഇപ്പോഴും ആർക്കും അറിയത്തില്ല. ഓക്കെ, അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, അതിന്റെ കൃത്യമായ വീഡിയോ ക്ലിപ്പുണ്ട്. അതിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു ഈ രക്ഷപ്പെട്ട ആളുടെ ഒരു വീഡിയോ ക്ലിപ്പും കാര്യം ഒന്ന് കാണിച്ചു തരാം. മുഖത്ത് ചില പരിക്കിന്റെ പാടുണ്ട്, അല്ലാതെ വലിയ കുഴപ്പങ്ങളില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങൾ രക്ഷപ്പെടുത്തിയ ഒരേ ഒരാൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സീറ്റ് നമ്പർ 11 എന്നത് ഒരു ഭാഗ്യ നമ്പർ ആവുകയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആള് ജെനുവിനായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടതാണെങ്കിൽ അയ്യോ ഇതേ കണക്ക് രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്ത് കാണത്തില്ലായിരിക്കും. അങ്ങനത്തെ ഒരാളായിരിക്കും. പക്ഷെ ഇദ്ദേഹത്തെ എൻക്വയറി ചെയ്യണം, ഇദ്ദേഹത്തിന്റെ എല്ലാ ഹിസ്റ്ററിയും തപ്പി കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് നോക്കണം എന്താണ് ക്ലിയർ ആയിട്ടുള്ളതെന്നുള്ളത്. അതൊരിക്കലും ആരും നമ്മൾ തെറ്റിദ്ധരിക്കുന്നതല്ല. നമ്മുടെ ഒരു സംശയ നിവാരണത്തിന് അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെ. പിന്നൊരു സമയത്ത് ഒന്നും പറയരുതായിരുന്നു. സ്മൃതി 40 വയസ്സുകാരനാണ്. വിശ്വേഷ് കുമാർ രമേശ് എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ഇപ്പോൾ സിവിൽ ആശുപത്രിയിലുണ്ട്. അദ്ദേഹം വേഗം വലിയ കാര്യമായ സാരമായ പരിക്കുകൾ അദ്ദേഹത്തിന് ഇല്ല എന്നാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത മറ്റൊരു യാത്രക്കാരൻ ഇതേ വിമാനത്തിനകത്തുള്ള ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതിന്റെ ഇലക്ട്രോണിക് സിസ്റ്റം ഒക്കെ തന്നെ താറുമാറായി കിടക്കുന്ന, അത് പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം, മാത്രമല്ല എയർ കണ്ടീഷൻ വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യം. അപ്പോൾ ഈ വിമാനത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഒരുപക്ഷെ ടേക്ക് ഓഫ് സംവിധാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എങ്കിൽ പോലും വിമാനത്തിന് പൊതുവെ ഒരു തകരാറുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഈ ഒരു ദുരന്തത്തിന് തൊട്ട് മുൻപ് പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു ദൃശ്യങ്ങളാണ് ഞാൻ ആദ്യം എന്റെ വീഡിയോയുടെ തുടക്കം എടുത്ത് കാണിച്ചിട്ടുള്ള ഒരു കാര്യം. ഒരു അഹമ്മദാബാദിലേക്ക് ഈ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയപ്പം അതിനകത്തുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ, അതിനകത്തുള്ള ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഉപകരണങ്ങളും ഈ പറയുന്ന ടച്ച് സ്ക്രീൻ ആയാലും കാര്യങ്ങളൊന്നും അതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല, റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഒരു ടേക്ക് ഓഫിലേക്ക് വരുമ്പോഴത്തേക്കും കൃത്യമായി ഇത് ഇൻസ്പെക്ട് ചെയ്യുമല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ. നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റിന്റെ ആ റേറ്റ് എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഫെസിലിറ്റീസും കൂടെ വേണ്ടിയിട്ടായിരിക്കും, ഒരിക്കലും പറക്കാൻ വേണ്ടി മാത്രമല്ല. അതിനകത്ത് നമുക്ക് ഇത്രയും ഫെസിലിറ്റീസും കൂടെ ഉള്ളതുകൊണ്ടാണല്ലോ ആ ടിക്കറ്റിന് ഇത്ര രൂപ നമ്മൾ മുടക്കുന്നത്. അപ്പോൾ ആ ഫെസിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ലേ. ആ ഇൻസ്പെക്ഷന്റെ ഭാഗത്ത് എവിടെയാണ് പാളിച്ച സംഭവിച്ചത്, എങ്ങനെയാണ് പാളിച്ച സംഭവിച്ചത്, ഇന്ധനം തീർന്നു പോയ കാര്യമൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ടേക്ക് ഓഫ് ചെയ്യുന്ന ഫ്ലൈറ്റിന് എങ്ങനെ ഇന്ധനം തീർന്നു പോകാനായിട്ടിരിക്കുന്നത്? അത്ര മണ്ടന്മാരാണോ പൈലറ്റ് അവിടെ ഇരിക്കുന്നത്? അതുമല്ല, അങ്ങനെ നമുക്ക് പറയാൻ ചിന്തിക്കത്തില്ല. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് ഈ പൈലറ്റിന്റെ അശ്രദ്ധയാണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പൈലറ്റിനെ സംബന്ധിച്ച് എനിക്കറിയാൻ സാധിച്ചത് 8000 മണിക്കൂറിൽ കൂടുതൽ ഫ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ്സ് ആയിരുന്നു അതിനകത്തിരുന്നത്. അവരത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെ ടേക്ക് ഓഫ് ചെയ്യേണ്ടതെന്ന്. ആ ടേക്ക് ഓഫ് അവർ പ്രോപ്പറായിട്ട് ചെയ്തു പോയതാ. പക്ഷെ അതിനകത്തൊരു പാളിച്ച്, അതായത് ടേക്ക് ഓഫ് ചെയ്തപ്പം ആ ചെയ്തതിന് ശേഷം അവർ ചെയ്യേണ്ട കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് അവിടെ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. ആ പ്രൊസീജിയേഴ്സിന് വിപരീതമായിട്ട് ലാൻഡിങ് സമയത്ത് എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ വന്നു, ആ നിയന്ത്രണം എങ്ങനെ അതിലേക്ക് മാറി, ഇനി ഇലക്ട്രോണിക്സിന്റെ തകരാറുകൾ മൂലം ഇപ്പം ചിലപ്പം മാറിപ്പോയതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാ ഞാനൊരു കൃത്യമായ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചില്ല, നിങ്ങൾക്ക് അതിനകത്ത് എല്ലാം മനസ്സിലാവും. ഫോണിലെടുത്ത ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എന്താണ് പ്രധാനമായിട്ടും തോന്നിയത്? ഈ അപകടം എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എന്നാണ് ജേക്കബ് ഫിലിപ്പിന്റെ നിഗമനം. ജേക്കബ് ഫിലിപ്പ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു. ഒരുപക്ഷെ ഒരു പക്ഷി വന്നിടിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത അത് ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നില്ല. അതിന്റെ ഫ്ലാപ്പുകൾ നേരെയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്, അത് താഴ്ന്നിരിക്കുന്നത് കാണുന്നില്ല. ലാൻഡിംഗ് ഗിയറുകൾ ഉള്ളിലേക്ക് വലിഞ്ഞ നിലയിലായിരുന്നില്ല. ഇതൊക്കെ നൽകുന്ന സൂചനകൾ എന്താണ് ശ്രീ ജേക്കബ് ഫിലിപ്പ്? ശരിക്കും വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു അപകടമാണ്. ശരിക്കും ഒരൊറ്റ എക്സ്പ്ലനേഷൻ വഴങ്ങാത്ത, ശരിക്കും കൺഫ്യൂസ് ചെയ്യുന്ന അപകടമല്ല. അതേ കാര്യം നമ്മൾ ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷൻ എടുക്കുമ്പോൾ വേറെ എക്സ്പ്ലനേഷൻ അത് യോജിക്കത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ പക്ഷി ഇടിച്ചെന്നുള്ളത് അങ്ങനെ സംഭവം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. കാര്യം പക്ഷി ഇടിച്ചിട്ട് സാധാരണ ഗതിയിൽ പക്ഷി ഇടിക്കുമ്പോൾ ഇങ്ങനെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഈ എഞ്ചിൻ വർക്ക് ചെയ്തതായിട്ടാണ്. എഞ്ചിനിലേക്ക് പക്ഷി ഇടിച്ച് കയറിയിട്ട് എഞ്ചിൻ വർക്ക് ചെയ്താകുമ്പോഴാണ്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ 2 എഞ്ചിനുകളിലും ഒരേ സമയത്ത് പക്ഷി ഇടിച്ച് കയറി 2 എഞ്ചിനും വർക്ക് ചെയ്താകും. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് എത്ര ആക്സിഡൻസ് ഉണ്ട്, എത്രയും ചെറിയ ഹൈറ്റിലാണ് അങ്ങനെ. അപ്പോൾ പക്ഷി ഇടിച്ചെന്നുള്ള സംഭവമില്ല. പിന്നെ എഞ്ചിന്റെ തകരാറ് കൊണ്ട് ആണ് ഈ റൺവേക്കടെ ഓടി ടേക്ക് ഓഫ് ചെയ്ത് 620 അടിയോളം പൊക്കത്തിൽ എത്തുന്നതിന് എഞ്ചിന് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ സപ്ലൈ കട്ടായതാണോ, ഫ്യൂവൽ കണ്ടാമിനേഷൻ ആണോ എന്നൊക്കെയുള്ള പല തിയറികളും കണ്ടിരുന്നു. പക്ഷെ അതിനുള്ള സാധ്യതയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഹൈറ്റിൽ എത്തിയില്ല അത് സാധാരണഗതിയിൽ. അല്ല, ഒരു സംശയം, ആ ഒരു സംശയത്തെ അങ്ങ് എങ്ങനെയാണ് തള്ളുന്നത്? 625 അടി ഉയരത്തിലെത്തുന്നു. ഉയരത്തിലെത്തി 2 എഞ്ചിനുകളിലേക്കുമുള്ള ഫ്യൂവൽ സപ്ലൈയിൽ ഒരു തകരാറ് സംഭവിച്ചാൽ ഒരു പക്ഷേ ഈ ലിഫ്റ്റ് നഷ്ടപ്പെട്ട് വിമാനം സ്റ്റാളാവില്ലേ? ഇല്ല, കാര്യം ഫ്യൂവൽ സപ്ലൈ നഷ്ടപ്പെട്ടാൽ സാധാരണഗതിയിലെ അതിന് ഇൻഡിക്കേഷൻ കിട്ടും. ഓക്കെ, പക്ഷേ അങ്ങനെ കിട്ടുന്ന ഒരു വേളയിലാണെങ്കിലോ ഈ മെയ്ഡേ കോൾ കൊടുക്കുന്നത് പൈലറ്റ്? അല്ല, കാര്യം വെച്ചാല് ഇത് മെയ്ഡേ കോൾ കൊടുക്കുന്ന പറയുന്നുണ്ട്. അതായത് ഈ റണ്ണിങ്ങിൽ തന്നെ, ടേക്ക് ഓഫിന് മുമ്പുള്ള ആ ഒരു റണ്ണിങ്ങിൽ തന്നെ
ഈ മേഡിയോ കോൾ കൊടുത്തിട്ടുണ്ട്. മേഡിയോ കോള് ഓൾമോസ്റ്റ് ആ ഒരു വിമാനത്താവളത്തിന്റെ ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി കട്ടായപ്പോഴത്തേക്കിന് ആ കോളും തീർന്നു. അതിനുശേഷമാണ് ഈ സാധനം പോയിട്ട് ജനവാസ മേഖലയിലോട്ട് പോയി ഡയറക്റ്റ് പോയി പതിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ അപ്പോഴത്തേനാണ് ഈ ടേക്ക് ഓഫ് ഗിയേഴ്സ്, അതായത് അകത്തേക്ക് വലിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഇതൊന്നും അകത്തേക്ക് വലിഞ്ഞിട്ടില്ല. അതെല്ലാം പ്രോപ്പറായിട്ട് ടേക്ക് ഓഫ് സമയത്ത് അങ്ങോട്ട് കയറി വരുമ്പോൾ അകത്തോട്ട് പോകുന്നതാ, അതൊന്നും ചെയ്തിട്ടില്ല. ലാൻഡിങ് സമയത്തുള്ള ലീഫ് ഡൗൺ ആയി അപ്പോൾ താഴേക്ക് പതിക്കുന്നു. അത് എങ്ങനെ ഇനി ഇങ്ങനെ പിടിച്ചപ്പോൾ ലിവർ ഇങ്ങോട്ട് മാറിപ്പോവാനോ? എനിക്കറിയത്തില്ല. അപ്പൊ ഇനി ഇതെല്ലാം അടുത്തടുത്തിരിക്കുന്നതാണോ ഈ ലിവറും കാര്യങ്ങളൊക്കെ? ഫ്യൂൽ സപ്ലൈ നിന്ന് പോയതുകൊണ്ട് 600 കോടി പൊക്കത്തിരുത്തി കഴിഞ്ഞ് ഫ്യൂൽ സപ്ലൈ നിന്ന് പോയതുകൊണ്ട് ഒരിക്കലും വിമാനം താഴെ പോകത്തില്ല. ഇവർക്ക് കുറച്ച് ഇത് ഗ്ലൈഡ് ചെയ്യാനുള്ള ഹൈറ്റ് ഇല്ല എങ്കിൽ പോലും കുറെ ഇവരുടെ ടോട്ടൽ ബിഹേവിയർ എന്ന് പറയുന്നത് ശരിക്കും ഫ്യൂൽ സപ്ലൈ ചെയ്ത് നഷ്ടപ്പെട്ട വിമാനത്തിന്റെ, അത് എഞ്ചിൻ പ്രവർത്തിക്കാത്ത വിമാനത്തിന്റെ, പവർ നഷ്ടപ്പെട്ട വിമാനത്തിനെ റിക്കവർ ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ബിഹേവിയർ അല്ലാതെ. അപ്പൊ ഈ ഫ്ലാപ്പ് മുകളിലേക്ക് നീക്കാൻ അവർ മറന്നുപോയതോ അങ്ങനെയൊന്നും ആകാനുള്ള സാധ്യതയില്ല. അല്ല, മറന്നുപോയതല്ല, ഇത് ഇന്റൻഷനലി അത് നേരെയാക്കി എന്നുള്ളതാണ്. നേരെയാക്കി, കറക്റ്റ്. ഒന്നും മറന്നുപോയി ഒമിഷൻ അല്ലത്, ശരിക്കും ഒരു കാര്യം ചെയ്തു എന്നുള്ളതാണ്, ചെയ്യാത്ത കാര്യം ചെയ്തു എന്നുള്ളതേ. അതെ, ഇറങ്ങേണ്ട സമയത്ത് ചെയ്ത കാര്യം പൊങ്ങിയപ്പോൾ ചെയ്ത്. അപ്പൊ ഈ പറയുന്ന വ്യക്തി, അതായത് ഫ്ലൈ ചെയ്തതിന്റെ മിസ്റ്റേക്ക് അല്ലത്, ആ വ്യക്തികളെ കുറിച്ച് നോക്കണം, ആ വ്യക്തികളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം, അതായത് പൈലറ്റ്സിന്റെ നോക്കണം, കൃത്യമായിട്ട് നോക്കണം. അങ്ങനെ ഒരു അബദ്ധം അവരെങ്ങനെ ചെയ്യേണ്ടി വന്നു, ഇടയുണ്ടായ സാഹചര്യം എന്തോ പ്രോപ്പറായിട്ട് നോക്കണം. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അത് അവർക്ക് പ്രൈമറി ലെസൺ അല്ലേ ഇത്? അതെ, കാര്യം അത് വിട്ടുമാറുന്ന ഒരു സാധനം പറയാൻ ഞാൻ കണ്ടു. കാര്യം ഈ ലാൻഡിംഗ് ഗിയർ മുകളിലേക്ക് എടുക്കാനുള്ള ആ പ്രൊസീജിയറിന് പകരം അറിയാതെ ഫ്ലാപ്പുകൾ നേരെയാക്കിയതാവാം. ലാൻഡിംഗ് ഗിയർ മുകളിലേക്ക് എടുക്കുന്ന ഒരു ചെറിയ ലിവറുണ്ട്, അത് വലിക്കുന്നതിന് പകരം അതാണെന്ന് വിചാരിച്ചിട്ട് ഫ്ലാപ്പുകൾ നേരെയാക്കിയതാവാം എന്ന് പറയുന്നത്. പക്ഷെ അതിനും അതിന്റെ ഈ ഡ്രീം ലൈനറിന്റെ കോപ്പിറ്റിൽ ഇതിന്റെ മാറ്റി പോകാനുള്ള വലിയ സാധ്യതയൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സാധ്യത അതിനകത്ത് കാണുന്നില്ല. പിന്നെ എന്താണ് സംഭവിച്ചത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇതിന് ഇലക്ട്രോണിക്സിന്റെ തകരാറും കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത്, അത് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ടില്ല. ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നതിന് മുമ്പ് ആരാണ് കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത്, ആ ഇൻസ്പെക്ട് ചെയ്ത ആൾക്കാരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്ത് വെച്ച് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തേ പറ്റൂ. എന്നെ സംബന്ധിച്ച് ഇത് കണ്ടിട്ട് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെട്ടെന്ന് നമുക്കുണ്ടായ ഒരു ട്രാജഡി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ 30 ദിവസത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ പറയുന്ന നാടിനെ അടിച്ചു താക്കുന്ന രീതിയിലുള്ള പല പ്രവണതകളും കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന ഒരാൾക്ക് ഈ മൂന്നാമതുണ്ടായ ഇൻസിഡന്റ് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടായ ഒരു ട്രാജഡി ആയിട്ട് കാണാൻ കഴിയത്തില്ല. കാരണം ഇതിനെ ചുറ്റിപ്പറ്റി വന്നിട്ടുള്ള തെളിവുകളും ഇതിനെ ചുറ്റിപ്പറ്റി നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ച പല കാര്യങ്ങളും ഈ പറഞ്ഞ ഡൗട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്.